note of Christmas is joy. Key to that joy is the birth of a child. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ജനനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്, സന്തോഷകരമാണ്, മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും. എന്നാൽ യേശുവിൻ്റെ ജനനം സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷം എന്നാണ് മാലാഖമാർ പാടിയത്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ജനനം സർവ്വലോകത്തിനുള്ള മഹാസന്തോഷമായി തീരുക? പല കാരണങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചത് മരിക്കാനാണ്. അതിലൂടെ എന്താണ് സാധ്യമായിട്ട് തീരുക? സകലർക്കും ജീവൻ മരണത്തിലൂടെ സാധ്യമാക്കി തീർത്തിരിക്കുന്നു. അതാണ് സർവ്വലോകത്തിലുള്ള മഹാസന്തോഷം ആയിത്തീരുന്നത്. സർവ്വലോകത്തിനുള്ള മഹാസന്തോഷം ആയിത്തീരുവാനുള്ള കാരണം ക്രിസ്തുയേശുവിൽ കൂടെ നിത്യജീവൻ പ്രാപ്യമാക്കി തീർത്തിരിക്കുന്നു. അതിൽ കവിഞ്ഞൊരു സന്തോഷവാർത്ത ലോകത്തിന് എന്താണ് ഉള്ളത്? ഇന്ന് നാം ജീവിക്കുന്ന ലോകം അന്ധകാരശക്തി ഭരിക്കുന്നൊരു ലോകത്തിലാണ് ജീവിക്കുക. എവിടെ നോക്കിയാലും ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഗെറ്റ് വെൽ കാർഡ് അയക്കും, പ്രെയർ കാർഡ് അയക്കും, ഫ്ലവേഴ്സ് അയച്ചു കൊടുക്കും. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഐ സി കിടന്നാലും നമുക്ക് അകത്തോടൊന്ന് കയറണം. എന്നിട്ട് അയാളോട് തന്നെ ഒന്ന് ചോദിച്ചറിയണം എന്താ പറ്റിയ, അല്ലെങ്കിൽ ശ്വാസം വലിച്ച് കിടക്കുക, എന്നാലും ചോദിക്കും. അയാളൊന്ന് മയങ്ങിയാൽ തട്ടി ഉണർത്തിയിട്ട് ചോദിക്കും എന്താ വിശേഷം, എന്താ പറ്റി. കാരണം നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സായിപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇവർ മുറി വന്നപ്പോൾ അതുവരെ കിട്ടിയ എഴുത്തുകളും പ്രെയർ കാർഡ്സും എല്ലാം എഴുത്തുകളും ഇതെല്ലാം അവർ വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് അയച്ചത്, അവർക്കൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്തൊരു എഴുത്തയച്ചിരിക്കുന്നത് ബാർബറ പോൾ എന്ന ഫാമിലിയാണ്, ഭാര്യയും ഭർത്താവ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡിയർ ഡാൻ, ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ റൈറ്റിംഗ് ദിസ് ലെറ്റർ. നമ്മൾ ആദ്യമായി, ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല, പക്ഷേ യു ആർ വെരി ഡിയർ ടു മീ, ഡിയർ ടു അസ്, ബിക്കോസ് അവർ സൺ ഈസ് ലിവിങ് ഇൻ യു. അവർ സൺ ഈസ് ലിവിങ് ഇൻ യു. അവരുടെ മകൻ ആക്സിഡൻ്റലി മരിച്ചു. അപ്പോഴാണ് ഇവന് ഈ ഹാർട്ട് കിട്ടി. അതുകൊണ്ടാണ് ഇവൻ ജീവിച്ചിരിക്കുന്നത്, സുഖമായിട്ടിരിക്കുകയാണ്. ഈ ഡാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു പള്ളി ഭക്തനൊന്നുമല്ല, വലിയ വിശ്വാസിയൊന്നുമല്ല, അങ്ങനെയൊക്കെ പോകുന്നു. എന്നാൽ ഈ മാതാപിതാക്കൾ ഭക്തരായതുകൊണ്ട് അവനെ വിശ്വാസത്തിൽ വളർത്തണമെന്ന് വെച്ച് കരുതി ശ്രമിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ ഗുണമൊന്നുമില്ല. പക്ഷേ ഈ എഴുത്ത് വായിച്ചപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു, കണ്ണുനീര് ഇങ്ങനെ ധാരധാരയായി ഒഴുകാം. എന്നിട്ട് അവൻ പറഞ്ഞു, നൗ ഐ നോ ദ മീനിങ് ഓഫ് ക്രിസ്മസ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് മരിക്കാൻ, അതിലൂടെ നമുക്ക് ജീവൻ നൽകാനാണ്. പ്രസക്തമായ ചോദ്യം അതാണ്. നാം എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്? കർത്താവിലൂടെ ദൈവം നമുക്ക് ദാനമായി തന്ന ആ നിത്യജീവൻ്റെ അംശികളാണെന്നുള്ള അനുഭവത്തോടു കൂടിയാണോ യേശുവിൻ്റെ ജനനം ഈ വർഷം ആഘോഷിച്ചത്? ആ അനുഭവത്തോടു കൂടിയാണോ നാം ജീവിക്കുന്നത്? ആ അനുഭവത്തോടു കൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനം ആഘോഷിക്കാൻ നമുക്കെന്താണ് അവകാശം? ഒരവകാശമില്ല. വെറുതെ യേശു ജനിച്ചു, പുൽക്കൂട്ടി ജനിച്ചു എന്നൊക്കെ പറയാം, അത്രയേ ഉള്ളൂ. 1000 പ്രാവശ്യം യേശു പുൽക്കൂട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുണമില്ല. യേശു നമ്മിൽ ഭൂജാതനായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യം. അപ്പം ദൈവം ഈ ലോകത്തിൽ പുത്രനെ അയച്ചത് മരിക്കാൻ, എന്തിനു വേണ്ടി? നമുക്ക് നിത്യജീവൻ നൽകാൻ. 2,
യഹൂദന്മാരുടെ ഇടയിൽ അതുവരെ ഉണ്ടായിരുന്നൊരു ചിന്ത, ദൈവം ദേവാലയത്തിലാണ്, യെരുശലേം ദേവാലയത്തിലാണ് ഇരിപ്പ്, സമാഗമന കൂടാരത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നാൽ യേശുവിൻ്റെ ജനനത്തിൽ തന്നെ മാലാഖമാർ സ്വപ്നത്തിൽ പറഞ്ഞു ജോസഫിനോട്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര്, ദൈവം നമ്മോടുകൂടെ. അത് യേശു ലോകത്ത് ജീവിച്ചിരുന്നപ്പോഴും ഇത് തന്നെയാണ് പഠിപ്പിച്ചു. ശമരിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ, ഇവിടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് നിങ്ങൾ പറയും, ആ മലയിലാണെന്ന് ഞങ്ങളും പറയും. ഈ മലയിലുമല്ല, അവിടെയല്ല. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. അതിനർത്ഥം ഗോഡ്സ് പ്രസൻസ് ഈസ് എവരിവെയർ, ഗോഡ്സ് പ്രസൻസ് ഈസ് അവൈലബിൾ എവരിവെയർ. എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ദേവാലയത്തിലല്ല ദൈവം ഇരിക്കുന്നത്, ഒരിക്കലുമല്ല. മദ്ബഹയിലുമല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം എല്ലായിടത്തും സർവ്വവ്യാപിയാണ്. ഇവിടെ കാണുന്ന ദൈവത്തിൽ ലഭ്യമാകുന്ന ദൈവസാന്നിധ്യം മാത്രമാണ് ദേവാലയത്തിലും ലഭിക്കുകയുള്ളൂ. അല്ല, അപ്പുറം ഒരു ദൈവസാന്നിധ്യമൊന്നും ദേവാലയത്തിലില്ല. ഗോഡ്സ് പ്രസൻസ് ഈസ് എവരിവെയർ, അവൈലബിൾ എവരിവെയർ. അതാ ഈ ഓംനി പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ദർശനം ലോകത്തിന് നൽകിയത് യേശുവിൻ്റെ ജനനത്തിലൂടെയാണ്. യേശുവാണത് പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു യഹൂദന്മാർ അങ്ങനെയാണ്, യെരുശലേമിൽ ദേവാലയത്തിലാണ്. നമ്മൾ ദാനിയേലിൻ്റെ കഥയൊക്കെ അറിയാം. ദാനിയേൽ പ്രവാസത്തിലായിരുന്നപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതായിട്ട് പറയും. അദ്ദേഹം പൂർണ്ണസമയ സുവിശേഷൻ എന്ന് പറഞ്ഞാൽ പാട്ടുകാരനാണ്, കൊയറിൻ്റെ നേതാവാണ്. യെരുശലേം ദേവാലയത്തിൽ സദാ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നവരുടെ നേതാവാണ്. വായു തുറന്ന സ്തോത്രം ഹല്ലേലൂയ അല്ലാതെ പറയുന്നു. അദ്ദേഹം വായ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒരു പാപവും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നു. എന്നാൽ പ്രശ്നം അതല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്നു, പള്ളു പറഞ്ഞ് നടക്കുന്നവൻ ദൈവത്തെ ശപിക്കും. അവനൊക്കെ സുഖം അനുഭവിക്കുക, സമ്പത്തുണ്ട്, മറ്റെല്ലാ സുഖങ്ങളുമുണ്ട്. എന്നാൽ ഈ പൂർണ്ണസമയ സുവിശേഷ വേല നടത്തി ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ, ഉഷസ് തോറും ഞാൻ ധന്യക്കപ്പെടുന്നു, ദിനം തോറും ഞാൻ ബാധ്യതനായി തീർന്നു. എനിക്ക് അസുഖമാണെന്നേ, കാലത്ത് പ്രഷറാണ്, കാലത്ത് ഉഷസ് തോറും ധന്യക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. ഇല്ലാത്ത രോഗവുമില്ല, സമ്പത്തുമില്ല, ആകെ പട്ടിണി. അതേ ന്യായമായിട്ട് ദൈവത്തോട് ചോദിക്കുക, എന്നെ കർത്താവ് ഈ പണി എന്ത് പണിയാണ് കാണിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് ഒരു ഗുണമില്ല, എനിക്കെന്നും പട്ടിണിയും പ്രയാസവും പരിവട്ടു. എന്നാൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തെ ദുഷിച്ച് നടക്കുന്നവൻ അവനിതാ സമ്പത്ത് വർദ്ധിപ്പിച്ച് സുഖമായിട്ട് ജീവിക്കും. ന്യായമായ ചോദ്യം നമ്മളും ചോദിച്ചിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ ചുറ്റുപാടും നോക്കിക്കൊണ്ട് നമ്മളനുഭവിക്കുന്ന വേദന കണ്ട് എന്താ ദൈവമേ ഇങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ ദേവാലയത്തിൽ ചെന്നു ദൈവത്താത്തോട് ചോദിച്ചു, എന്താ കർത്താവ് ഇതിനൊക്കെ മറുപടി എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കർത്താവ് അവനോട് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും പറഞ്ഞില്ല, ഒറ്റ മറുപടി പറഞ്ഞു, ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ചോദിച്ച് ദുഷ്ടനെന്താ ഇങ്ങനെ താഴിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്ന എനിക്കെന്താ ഇങ്ങനെ കഷ്ടതയുണ്ടാവും എന്നാ ചോദിച്ച്, ഒറ്റ മറുപടി. അതിന് പകരം വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ അഷ്വറൻസസ് ആണ് കൊടുത്തത്, ഡിവൈൻ അഷ്വറൻസസ്. അതിനകത്ത് ആദ്യം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. വാട്ട് എൽസ് യു നീഡ്? അല്ലേ? പലപ്പോഴും നമ്മുടെ പ്രശ്നം യേശു കർത്താവിലൂടെ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന ദൈവസാന്നിധ്യം അത് അവെയിൽ ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളൂ. ഇതൊക്കെ പറയുന്നുണ്ട്, ദൈവം സർവ്വവ്യാപിയ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഈ ദൈവം സർവ്വവ്യാപിയായ ദൈവം നമുക്കാരുമല്ല, നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. God's presence is everywhere, available everywhere, and it is our responsibility to avail that presence. അപ്പോഴാണ് ദൈവം കൊടുത്ത വലിയ വാഗ്ദാനം, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു ഓൾവേസ്. അത് നമുക്ക് അനുഭവിക്കാനൊക്കെ ഉള്ളൂ. അല്ലാത്തിടത്തോളം എന്ത് കാര്യം? ദൈവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒന്നുമില്ല.
നമ്മളെപ്പോഴും ഒക്കെ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു 1-2 വാക്യങ്ങളാണല്ലോ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നിങ്ങൾ ആദ്യം ഒറ്റ നോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധ വെച്ച് വായിക്കുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ. കാരണം ദൈവം അകത്തും പുറത്തും ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ അകത്തുള്ള ദൈവത്തോട് അകത്തോട്ട് വരാൻ പറയേണ്ട വല്ല ആവശ്യമുണ്ട്? വല്ല ആവശ്യമുണ്ട്? അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്തൊരു മണ്ടത്തരാണ്. ഹീസ് ഓൾറെഡി ഇൻസൈഡ്, ദെൻ വൈ ഷുഡ് യു ആസ്ക് ഹിം ടു കം ഇൻസൈഡ്? ഇല്ലാത്ത ഒരാളോടല്ലേ വരാൻ പറയാൻ പറ്റുള്ളൂ, ഉള്ള ആളോട് പറയാൻ പറ്റുള്ളൂ. പിന്നെന്തെയാ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ അർത്ഥം അവൈലബിൾ ആയിരിക്കുന്ന ദൈവ സാന്നിധ്യം അവൈൽ ചെയ്യുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം ദാറ്റ് പ്രസൻസ് ഈസ് നോട്ട് എ റിയാലിറ്റി ഇൻ യുവർ ലൈഫ് എന്നാണ് എൻ്റെ അർത്ഥം. ക്ഷണിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ ഓഫ് എ വില്ലിങ്നെസ് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് ദ അതർ പേഴ്സൺ. മറ്റേയാളുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ക്ഷണിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ദൈവമേ ഈ സാന്നിധ്യം എനിക്കൊരു യാഥാർത്ഥ്യമാകണം. കർത്താവ് പറഞ്ഞ വാഗ്ദാനം അതാണ്. കർത്താവ് അഷ്വർ ചെയ്തു, മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു. ഉണ്ട്, പക്ഷെ അത് അവൈൽ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതാണ് ക്രിസ്തുയേശുവിൻ്റെ ജനനത്തിലൂടെ സാധ്യമായിട്ട് തീരും. ദാറ്റ് പ്രസൻസ് ഹി മെയ്ഡ് ഇറ്റ് അവൈലബിൾ ടു അസ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജനനം മഹാസന്തോഷമായിട്ട് തീർന്നിരിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഏത് പ്രതികൂലം അനുഭവിക്കേണ്ടി വരും, ഏത് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഐ എം നോട്ട് എലോൺ, ഞാൻ തന്നെയല്ല, തമ്പുരാൻ എന്നോട് കൂടെയുണ്ട്. ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ദ ലോർഡ്. മൈ പ്രസൻസ് വിൽ ബി വിത്ത് യു. ഇത് അവൈൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോഴാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്തായിട്ട് തീരുന്നത്. അല്ലെങ്കിൽ യേശു അവിടെ പറന്നു 1000 വട്ടം പറയാനാണ് ആ പാട്. ബെത്ലഹേമിൽ പറന്നു, ആട്ടിടയം വന്നു, മാലാഖ പറഞ്ഞു, ഒക്കെ പറഞ്ഞു, ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കെന്നാ ഗുണം? ഇതെല്ലാം എൻ്റേതായി തീരാത്തിടത്തോളം നമ്മുടെ ആഘോഷങ്ങൾ അർത്ഥമില്ലാത്തതായി തീരും, ചടങ്ങുകൾ മാത്രമായി തീരും, വളരെ സൂപ്പർഫിഷ്യലാകും നമ്മുടെ ആരാധനയും ജീവിതവും. എന്നാൽ ഇത് അർത്ഥവത്തുള്ള കാമ്പുള്ളതായി തീരണമെന്നുള്ളതാണ് തമ്പുരാൻ്റെ ആഗ്രഹം. ആ അനുഭവത്തോടു കൂടെ മാത്രമേ നമുക്ക് യേശുവിൻ്റെ ജനനം അർത്ഥവത്തായിട്ട് ആഘോഷിക്കാൻ ഒക്കുള്ളൂ. വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകണം. ഈ അനുഭവത്തോടു കൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹമാകും, ലോകം നാം മൂലം അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിലോ നാം തന്നെ ശാപമാകും, വെറുവെറുപ്പിൻ്റെ കോട്ടയാകും, ലോകത്തെയും ആ വിധത്തിൽ മാത്രമായി കാണാനോ ആക്കുവാനോ സാധിക്കും. എന്നാൽ ഈ അനുഭവം നമ്മുടേതായി തീർന്നുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നാം ഒരു അനുഗ്രഹം, ലോകം അനുഗ്രഹിക്കപ്പെടും. അതിന് ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ടും ഇന്ന് ഈ ഗാനസന്ധ്യയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പാടുന്നതിനായി, ഗാനസന്ധ്യയെ അർത്ഥവത്താക്കി തീർക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ കൊയറിനെയും അഭിനന്ദിച്ചുകൊണ്ടും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.